ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടക്കപ്പയാണ്. കപ്പ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. മുട്ടക്കപ്പ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കപ്പ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, പക്ഷേ നമ്മളിത് കപ്പ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയുടെ ആ മഞ്ഞ കളർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ കപ്പ നന്നായിട്ട് പുഴുങ്ങി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമ്മൾ കപ്പ എന്തോരം എടുക്കുന്നു അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ മുട്ട എടുക്കാൻ. മുട്ട കൂടിപ്പോയാലും കുറഞ്ഞു പോവില്ലേ. അപ്പോൾ മുട്ടക്കപ്പയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റും കൂടി നമുക്ക് അതിനകത്ത് കിട്ടണം. അപ്പോൾ കഴിക്കുമ്പോൾ ആണെങ്കിലും മുട്ട നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടിപ്പോയാലും കുറഞ്ഞു പോകലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് സവോളയാണ്. ഇവിടെ 2 സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ്, പൊടിയായിട്ടായിരുന്നു. അതേപോലെ തന്നെ പച്ചമുളക് 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സവോള മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി സവോള നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, അല്ലെ നമ്മൾ മുട്ട ചിക്കുന്ന സമയത്താണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇപ്പം ഇടുന്നില്ല. മുട്ട ചിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുരുമുളക് പൊടിയുടെ ആ ടേസ്റ്റ് ഇത്രയും കൂടി മുന്നിട്ട് നിൽക്കും. അപ്പം നന്നായിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു നാടൻ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒത്തിരി ഒന്നും കുക്ക് ആവണമെന്നില്ല, ഇതിൻ്റെ കളർ ചേഞ്ച് ആവണമെന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചിക്കി എടുത്താൽ മാത്രം മതി. കാരണം നമ്മളിത് കപ്പയുടെ കൂടെ ഇട്ട് കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇട്ട് ചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് എടുക്കാം. ഞാനിവിടെ ഈ സമയത്ത് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഒത്തിരി എരിവ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കുരുമുളക് പൊടി യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, ഇവിടെ എപ്പോഴും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി, നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ലേശം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്.
കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഞാൻ പറഞ്ഞില്ലേ എരിവിൻ്റെ ബേസിസിൽ വേണം നിങ്ങൾ മുളക് പൊടിയും കുരുമുളകും പച്ചമുളകും എല്ലാം കൂടി എടുക്കാൻ. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ നല്ല ഷാർപ്പായിട്ടുള്ള ഗ്ലാസ്, അതുകൊണ്ട് നല്ല സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവത്തില്ലേ, നല്ല അതിൻ്റെ വാ നല്ല എന്താ പറയുക, നല്ല ഷാർപ്പായിട്ടുള്ള, എന്നാലേ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് നോക്കിയെടുക്കുക. എന്നിട്ട് അത് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന തവി, ആ തവിൻ്റെ എന്താ പറയുക, തവി നല്ല ഷാർപ്പാണെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മുട്ടക്കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കപ്പ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല ഷാർപ്പായിട്ടുള്ള തവി കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മാത്രമേ എൻ്റെ നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം. അതിൽ